പെട്ടെന്നൊരു ദിവസം ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കിടയിൽ വിള്ളൽ വീണു കഴിഞ്ഞു എന്നാണ്. തകർച്ചയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നിരാശയ്ക്ക് ഒരു സ്ഥാനവും നൽകാതിരിക്കുക. മഹത്തായ പല വിജയങ്ങൾക്ക് പിന്നിലും ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് മറ്റൊരാളാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ജീവിച്ച് തീർക്കുന്നത് അയാളുടെ ജീവിതമാണ്. ഒരിക്കലും ഒന്നിനും അടിമയാകാതിരിക്കുക. നമ്മൾ നമ്മളല്ലാതാകുന്നത് പലതിനെയും അന്ധമായി പിന്തുടരുമ്പോഴാണ്. നമുക്കെല്ലാവർക്കും തുല്യ കഴിവുകളില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാൻ തുല്യ അവസരമുണ്ട്. പ്രാർത്ഥന ഒരിക്കലും ഉപേക്ഷിക്കരുത്. ദൈവം ചിലപ്പോൾ അപ്രതീക്ഷിതമായി ഉത്തരം നൽകും. കാലം എന്നെങ്കിലും ഒരുനാൾ നിങ്ങളുടെ ഗുണങ്ങളെ വിലയിരുത്തുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം അതിനെ കണ്ടെത്താനും അതിൽ അഭിമാനിക്കാനും പഠിക്കുക. ഒരേ ബെഞ്ചിലിരുന്ന് പരസ്പരം എല്ലാം പങ്കുവച്ചിരുന്ന കൂട്ടുകാരായിരുന്നു നമ്മൾ. എന്നിട്ടും ഇന്ന് ഞാനും നീയും വാട്ട്സ്ആപ്പിൽ "ഡാ എന്തുണ്ട് വിശേഷം" എന്ന് വല്ലപ്പോഴും കുത്തിക്കുറിക്കുന്ന വെറും അപരിചിതർ മാത്രം. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക. പ്രവർത്തിക്കേണ്ടത് മറ്റൊരാളേക്കാൾ മികച്ചതാകാൻ വേണ്ടിയല്ല, ഇന്നലെ നിങ്ങൾ എന്തായിരുന്നോ അതിലും മികച്ചതാകാൻ വേണ്ടിയാണ്. പൊതുജനാഭിപ്രായത്തിൽ നിന്ന് സ്വതന്ത്രനാവുക എന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തും നേടുന്നതിനുള്ള പ്രകൃതിയുടെ ആദ്യത്തെ ഔപചാരിക വ്യവസ്ഥ. സ്വയം സംസാരിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് കൂടുതലാണ്. സുഹൃത്തുക്കൾ വളരെ സഹായകരമാണ്. കാരണം അവർ നമ്മളെ ശ്രദ്ധിക്കുമെന്നതിനാൽ മാത്രമല്ല, അവർ നമ്മെ നോക്കി ചിരിക്കുന്നു. അവരിലൂടെ നാം അല്പം വസ്തുനിഷ്ഠതയും അല്പം എളിമയും മര്യാദയും ഒക്കെ പഠിക്കുന്നു. നമ്മൾ ജീവിത നിയമങ്ങൾ പഠിക്കുകയും ജീവിതത്തിലെ മികച്ച അഭ്യാസിയായി മാറുകയും ചെയ്യുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളവരേക്കാൾ ഉയർന്ന നിലവാരം പുലർത്തുന്നതിൽ ശ്രേഷ്ഠമായ ഒന്നുമില്ല. യഥാർത്ഥ ശ്രേഷ്ഠത നിങ്ങളുടെ കഴിഞ്ഞ കാലത്തേക്കാൾ നിങ്ങൾ ഇന്ന് ഉയർന്ന നിലവാരം പുലർത്തുക എന്നതാണ്. ജീവിതം ഒരു വലിയ ക്യാൻവാസാണ്. നിങ്ങൾക്ക് കഴിയുന്ന എല്ലാ നിറങ്ങളെയും അതിൽ ഉപയോഗിക്കണം. നിങ്ങൾക്ക് താൽപ്പര്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ രസകരമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ പുരുഷനിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്തു സംസാരിച്ചാൽ എന്തിൻ്റെ പേരിലായാലും അത് നിങ്ങളെത്തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. നല്ലൊന്നിനെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നാവിറങ്ങിപ്പോകുന്നത് പോലെയാണ് ചിലർക്ക്. എന്നാലോ കുറ്റങ്ങൾ എണ്ണിപ്പറയുവാൻ 1000 നാവാണ് താനും. മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിങ്ങൾ തന്നെ നിലകൊള്ളുക. വേറൊരാളെയും പ്രതീക്ഷിക്കരുത്. വേഗത്തിൽ ഓടുന്നവരല്ല, ഓട്ടം തുടരുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. സ്വയം സംസാരിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് കൂടുതലാണ്. ദേഷ്യത്തെ പേടിക്കേണ്ട, അത് സ്നേഹം കൊണ്ടാണ്. പക്ഷേ അവഗണനയെ പേടിക്കണം, കാരണം അത് വെറുപ്പ് കൊണ്ടാണ്. ചെറിയ ചെറിയ ചിലവുകളെ സൂക്ഷിക്കുക. ഒരു ചെറിയ ചോർച്ചയ്ക്ക് ഒരു വലിയ കപ്പലിനെ മുങ്ങിക്കളയാൻ ആകും. ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ എന്തും സഹിക്കാനുള്ള ധൈര്യം ഉണ്ടാകൂ. നിങ്ങൾ വിജയിക്കുന്നത് വരെ ജീവിതം ഓരോ പരീക്ഷണങ്ങൾ തന്നെ വീണ്ടും വീണ്ടും നൽകുന്നതാണ്. വിജയിക്കാൻ ആഗ്രഹമുള്ളവർ പരിശ്രമം അവസാനിപ്പിക്കാൻ പാടില്ല. സംസാരം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ബന്ധങ്ങളും അവസാനിച്ചുകൊണ്ടിരിക്കും. ഭയം സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ കാഴ്ചയെ മറക്കാൻ ആ ഭയത്തെ അനുവദിച്ചുകൂടാ. ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും. കാരണം ഇത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഗുണം പണമോ വിദ്യാഭ്യാസമോ വായനാശീലമോ ലോകം ചുറ്റിപ്പരിചയമോ അല്ല, മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം സംസാരിക്കാനും പെരുമാറാനും കഴിയുന്നതാണ്. തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞിട്ടും, നീണ്ടു നിൽക്കില്ല എന്നറിഞ്ഞിട്ടും, പറ്റിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ടും പിന്നെയും സ്നേഹിക്കാൻ കഴിയുന്നതാണ് സ്നേഹമെന്ന വാക്കിനെ അത്ഭുതമാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സംശയങ്ങൾ മാത്രമായിരിക്കും നാളെയെക്കുറിച്ചുള്ള നമ്മുടെ സാക്ഷാത്കാരത്തിൻ്റെ ഏക പരിധി. വിഡ്ഢിയാക്കപ്പെടുകയാണെന്നറിഞ്ഞിട്ടും വിഡ്ഢിയായി ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. എത്ര പറ്റിക്കപ്പെട്ടാലും പറ്റിച്ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ. ചില സമയങ്ങളിൽ വിഡ്ഢി എന്നതിന് സ്നേഹം എന്നുകൂടി അർത്ഥമുണ്ട്. നെഗറ്റീവ് വ്യക്തികളിൽ നിന്നും അകന്നു നിൽക്കുക. ഓരോ പരിഹാരത്തിനും അവർ പുതിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നതാണ്.
ഒരു പുരുഷനുമായുള്ള ബന്ധം തുടരണോ വേണ്ടയോ എന്ന് 3-4 മിനിറ്റിലെ സംസാരം കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് മനസ്സിലാകും. എപ്പോഴും നമുക്ക് ചുറ്റും പരിഹസിക്കുന്നവർ ഉണ്ടാകാം. നമ്മളെ തളർത്തുന്നവർ കൂടെയുണ്ടാകും. അവർക്ക് നേരെ അല്പനേരം കണ്ണടയ്ക്കാം. കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായ മനസ്സ് നമുക്കുണ്ടെങ്കിൽ വിജയതീരത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ബന്ധങ്ങൾ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ 1000 തെറ്റുകളെയും ക്ഷമിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരു തെറ്റ് കാരണമാക്കി അവർ പോകും. ജീവിതം മനോഹരമാക്കാൻ ഒരു വഴിയേ ഉള്ളൂ. തേടിപ്പോകാതെ തേടിവരുന്നവരെ ചേർത്തുപിടിച്ചാൽ മതി. സങ്കടങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ നമ്മൾക്ക് സന്തോഷത്തിൻ്റെ വില മനസ്സിലാകൂ. അതിനാൽ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ പരാജയമായി കണക്കാക്കരുത്. ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങളും മറക്കേണ്ടി വരും. നല്ല സൗഹൃദങ്ങൾ നൽകിയ സ്നേഹം എത്ര അകലങ്ങളിൽ ആണെങ്കിലും മനസ്സിൽ നിന്ന് മായില്ല. പ്രതിസന്ധികൾ ആവശ്യമാണ്. അത് ഉണ്ടാകുമ്പോൾ ആണ് പുതിയ വഴികൾ തേടുന്നതും കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതും. ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെപ്പോലും. നിങ്ങളിൽ ആളുകൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ പുഞ്ചിരിയും പിന്നെ നിങ്ങളുടെ കണ്ണുകളുമാണ്. നിങ്ങൾ നിങ്ങളെത്തന്നെ മതിയാവോളം സ്നേഹിക്കുക. മറ്റൊരാൾക്ക് മുന്നിലും നിങ്ങളുടെ മൂല്യം ഇടിയാൻ അവസരം നൽകരുത്. വിശ്വാസം ഉണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും. വിശ്വാസം ഇല്ലെങ്കിലോ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും. പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ്. ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ അവർ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ്. എപ്പോഴും നമുക്ക് ചുറ്റും പരിഹസിക്കുന്നവർ ഉണ്ടാകാം. നമ്മളെ തളർത്തുന്നവർ കൂടെയുണ്ടാകും. അവർക്ക് നേരെ അല്പനേരം കണ്ണടയ്ക്കാം. കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായ മനസ്സ് നമുക്ക് ഉണ്ടെങ്കിൽ വിജയതീരത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയുള്ള ജീവിതം അസാധ്യമാണ്. ജീവിതത്തിൽ തുടർച്ചയായി ആരോപണങ്ങൾ നേരിടുന്നുവെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾ നേരായ പാതയിൽ തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി മാറ്റാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ കഴിയും. തീർച്ചയായും നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഭാവിയെ മാറ്റും. ജയിക്കുന്നവർ തോൽവിയെ ഭയപ്പെടുന്നില്ല. എന്നാൽ പരാജിതർ പരാജയം അനിവാര്യമാണെന്ന കാര്യം മറന്നുപോകുന്നു. നിങ്ങൾ തോൽവിയിൽ നിന്നും ഒളിച്ചോടാൻ തീരുമാനിച്ചാൽ വിജയം നിങ്ങളിൽ നിന്നും അകന്നുപോകും. നിശബ്ദതയും പുഞ്ചിരിയും 2 ശക്തമായ ആയുധങ്ങളാണ്. പല പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള വഴിയാണ് പുഞ്ചിരി. കൂടാതെ നിശബ്ദതയാണ് പല പ്രശ്നങ്ങളും ഒഴിവാക്കാനുള്ള വഴി. ഒരു വ്യാജ വാഗ്ദാനത്തേക്കാൾ വ്യക്തമായ തിരസ്കരണം ആണ് എപ്പോഴും നല്ലത്. എല്ലാ പുരുഷന്മാരെയും മനസ്സിലാക്കാൻ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ മാത്രം നന്നായി അറിഞ്ഞാൽ മതി. എന്നാൽ ഒരു പുരുഷൻ എത്ര സ്ത്രീകളെ അറിഞ്ഞാലും അവരിൽ ഒരാളെ പോലും പൂർണ്ണമായും മനസ്സിലാക്കുന്നില്ല. പിന്നിട്ട വഴികളിലെ അനുഭവം പിന്നിടുവാനുള്ള വഴികളിലെ പ്രതീക്ഷയുമാണ് ജീവിതത്തിൽ മുന്നോട്ടു പോകുവാനുള്ള ഊർജം. നിങ്ങളുടെ പുരോഗതിയെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. നമുക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ്. മൗനമാണ് പല സമയത്തും നല്ലത്. പ്രതികരിക്കാൻ പോയാൽ നമ്മൾ തെറ്റുകാരാകും. കാരണം തെറ്റ് ചെയ്യുന്നവർ ന്യായീകരിക്കാൻ ഏറ്റവും മിടുക്കനായിരിക്കും. മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ജീവിതപാതയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത്. കൊഴിഞ്ഞ ഇന്നലെയോ വിടരാതിരിക്കുന്ന നാളെയോ അല്ല ജീവിതം. വിടർന്നു നിൽക്കുന്ന ഇന്നാണ് ജീവിതം. പുരുഷന്മാർ കാണുന്നതിനോട് പ്രണയത്തിലാകുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എപ്പോഴും സുന്ദരികൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നിട്ട വഴികളിലെ അനുഭവം പിന്നിടുവാനുള്ള വഴികളിലെ പ്രതീക്ഷയുമാണ് ജീവിതത്തിൽ മുന്നോട്ടു പോകുവാനുള്ള ഊർജം. മറ്റുള്ളവർ എത്ര മോശമായി നിങ്ങളോട് പെരുമാറിയാലും നിങ്ങൾ തരം താഴരുത്. ശാന്തത പാലിക്കുക. ശക്തനായി നിലകൊള്ളുക. ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോൾ നാം ഒന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ മാത്രം മതി. നമ്മളെക്കാൾ തളർന്നിട്ടും പ്രതീക്ഷയോടെ ജീവിക്കുന്നവരെ കാണുമ്പോൾ പിന്നീടൊരിക്കലും ജീവിതത്തോട് മടുപ്പ് വരില്ല. ഒരു പ്രാവശ്യം കണ്ടാൽ അത് സ്വപ്നം. 2 പ്രാവശ്യം കണ്ടാൽ അത് ആഗ്രഹം. പല പ്രാവശ്യം കണ്ടാൽ അത് ലക്ഷ്യം. നിങ്ങളുടെ കണ്ണുനീരിൻ്റെ വില അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ പോലും നിങ്ങൾ കരഞ്ഞു പോകരുത്.
നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് തീർച്ചയായും സാക്ഷാത്കരിക്കാൻ കഴിയും. നാളെയുടെ പൂമൊട്ടുകൾ തേടി പോകുമ്പോൾ കൊഴിഞ്ഞുപോയ ഇന്നലകളെ മറക്കാതിരിക്കുക. ഒരിക്കൽ നമ്മോടൊപ്പം ആ ഇന്നലകൾ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളിൽ ആളുകൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ പുഞ്ചിരിയും പിന്നെ നിങ്ങളുടെ കണ്ണുകളുമാണ്. സത്യമാണെങ്കിലും സന്ദർഭം ഉചിതമല്ലെങ്കിൽ പറയരുത്. ബന്ധങ്ങൾ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ 1000 തെറ്റുകളെയും ക്ഷമിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരു തെറ്റ് കാരണമാക്കി അവർ പോകും. ഉള്ളിലുള്ള കാര്യം അറിയാത്ത കാലത്തോളം പുറമേ നിന്ന് കാണുന്നവർക്ക് മറ്റുള്ളവരുടെ ജീവിതം മനോഹരമാണ്. മോഹിച്ചത് കിട്ടണമെന്നില്ല, പക്ഷേ മോഹിക്കാതെ കിട്ടുന്നത് ചിലപ്പോൾ മോഹങ്ങൾക്കും അപ്പുറമായിരിക്കും. പലപ്പോഴും തനിക്ക് ആകർഷണം സങ്കടങ്ങൾ മനസ്സിൽ നിറയുമ്പോഴും കണ്ണുകൾ തുളുമ്പാതെ പുഞ്ചിരി തൂകാൻ കഴിയുന്ന മനസ്സിനെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല.